അസ്സലാമലൈക്കും. ഞങ്ങൾ 10 വർഷമായി വാടകയ്ക്കാണ്. ഞങ്ങൾക്ക് സ്ഥലവും വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉമ്മ ചെറിയ തട്ടുകട നടത്തിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞാനും എൻ്റെ അനിയത്തി യത്തീംഖാനയിലാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാനുക്കാനെ വിളിച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാരും ഞങ്ങളെ സഹായിക്കണം. ഫ്രണ്ട്സേ, നമ്മളെ മക്കളെ കണ്ടില്ലേ? നിവൃത്തികേട് കൊണ്ടാണ് ഇവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ 3 മക്കൾ ഒരൊപ്പിട്ട് പോയതാണ് അല്ലേ? ഇപ്പോൾ വാടകയ്ക്കാണ് താമസം. യത്തീംഖാനയിലെ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കാര്യമായിട്ടൊന്നും വല്ലാതെ വീഡിയോ ആരിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മക്കൾ മാനക്ക് ഒന്നുകൂടി വരും, നമുക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ്ടാണ് വിളിച്ചത്. ചെറിയ പൈസ എന്തൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവർക്കൊരു 2 സെൻറ്റോ 2-3 സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ഷെഡ് കെട്ടിയാലോ അതിൽ താമസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാടക കൊടുത്തിട്ട് ഇവർക്ക് ഉമ്മ അവിടെ തട്ടുകട എടുത്താ. ഇപ്പം ഉമ്മച്ചിനെ കല്യാണം കഴിച്ചിട്ട് ഒരു വിട്ടു പോയതാ. പിന്നെ എവിടെ ഇപ്പാൻ്റെ സ്ഥലം എവിടെ? ഇപ്പാൻ്റെ സ്ഥലം എവിടെ? എവിടെ? കൊണ്ടോട്ടിയോ? ഉമ്മച്ചിനെ കെട്ടിച്ചിട്ട് വാടകയ്ക്ക് തന്നെ, വീടൊന്നും ഇല്ല ഇനി ആർക്കും? ഓക്കെ. നമ്മൾ മലപ്പുറത്തു നിന്നാണ് വീഡിയോ ചെയ്യണത് ഇപ്പോൾ. അപ്പോൾ ഈ മക്കൾ പിന്നെ പെരുന്നാളിന് ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. ഇപ്പോൾ പെരുന്നാളിന് വെക്കേഷന് വന്നതാണ്. ഇപ്പോൾ 30-ാം തീയതി സ്കൂൾ തുറക്കുമ്പോഴത്തേന് എത്തിക്കാനി പോകും വേണം. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞില്ല, വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ആളുകൾ ഒരു 100 രൂപയെങ്കിലും അയച്ചു കൊടുത്താൽ മതി. പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ഒരുപാട് ആളുകൾക്ക് നമ്മൾ കുറച്ച് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനൊക്കെ പറ്റി. അതുപോലെ തന്നെ ഒരു 2-3 സെൻറ്റ് സ്ഥലം വാങ്ങിയാൽ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു വീട്, അത് ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയൊരു 500 സ്ക്വയർ ഫീറ്റിലെ വീടായാലും മതി, വലിയ താമസിച്ചോളും. കാരണം ഇപ്പോഴൊക്കെ താമസിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. അപ്പോൾ ഒരുപാട് നിവർത്തികേട് കൊണ്ടാണല്ലോ. മോള് പിന്നെ മെസ്സേജ് അയച്ചിന് മാനക്ക് ഒന്നുകൂടി വരണം, നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല എന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സഹായിക്കുന്നുള്ള പ്രതീക്ഷയോടെ, പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.